എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് SST സെക്കൻഡിലെ തേർഡ് ചാപ്റ്റർ നാഷണൽ ഇൻകമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് അത് നമ്മൾ റീഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡ്, ടീച്ചിങ് മെത്തേഡാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. കാരണം ഒരുപാട് പാരന്റ്സും അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെയും റിക്വസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഈ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ചാപ്റ്റർ നമ്പർ SST സെക്കൻഡിലെ ചാപ്റ്റർ നമ്പർ 3 എന്താണ്? നാഷണൽ ഇൻകം. അപ്പൊ എന്താണ് എക്കണോമിക്സ്? വാട്ട് ഈസ് എക്കണോമിക്സ്? അല്ലെങ്കിൽ ഡിഫൈൻ എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. ഏത് സ്റ്റാൻഡേർഡിൽ പഠിച്ച് കാണണം? പ്രീവിയസ് സ്റ്റാൻഡേർഡുകളിൽ, ദാറ്റ് മീൻസ് 8th സ്റ്റാൻഡേർഡിൽ പഠിച്ച് കാണും. എന്നാലും ഒന്നും ചെയ്യാം, നമുക്കൊന്ന് റിമൈൻഡ് ചെയ്യാം. ഓക്കെ, എന്താണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ? Economics is the branch of science that studies economic activities relating to production, distribution and consumption. എക്കണോമിക്സ് എന്ന് പറയുന്നത് is the branch of science. ആരുടെ ഒരു ബ്രാഞ്ചാണ്? സയൻസിലെ ഒരു ബ്രാഞ്ചാണ്, അല്ലെങ്കിൽ ശാസ്ത്രത്തിലെ എന്താണ് ഒരു പ്രത്യേക മേഖലയാണ്. അത് എന്തിനെ കുറിച്ചാണ് സ്റ്റഡി നടത്തുന്നത്? എന്തിനെ കുറിച്ചാണ് ആ ബ്രാഞ്ച് ഓഫ് സയൻസ് സ്റ്റഡി നടത്തുന്നത്, പഠനം നടത്തുന്നത്? എക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ. ഏതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്? റിലേറ്റിംഗ് ടു, ഏതുമായി ബന്ധപ്പെട്ട? പ്രൊഡക്ഷൻ, ഉൽപാദനം, ഡിസ്ട്രിബ്യൂഷൻ, വിതരണം, ആൻഡ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപഭോഗം. ഇത് മൂന്നും എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കൺസെപ്റ്റുകളാണ്, അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ കൺസംഷൻ. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് സ്റ്റഡീസ് എക്കണോമിക് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ. അതുപോലെ നമുക്കറിയാം, മോഡേൺ എക്കണോമിക്സിന്റെ ഫാദറായിട്ട് അറിയപ്പെടുന്ന, ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന് പറയുന്നത് ആരെയാണ്? ആഡം സ്മിത്ത് ആണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ പ്രശസ്തമായ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഫേമസ് ആയിട്ടുള്ള ബുക്കിന്റെ പേരെന്ന് പറയുന്നത് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിന്റെ അടിസ്ഥാനത്തിൽ ആഡം സ്മിത്തിനെയാണ് എന്തായിട്ട് കണക്കാക്കുന്നത്? ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ആക്ടിവിറ്റീസ്, എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്കണോമിക്സ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ? ആർ ദോസ് സ്റ്റെപ്സ് റിലേറ്റഡ് ടു ദ കൺസംപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് മണി ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് മീഡിയം. അപ്പൊ നമ്മൾ പറഞ്ഞു, ട്രാൻസാക്ഷനുകളുണ്ട്. ക്യാഷ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ ബാർട്ടർ ട്രാൻസാക്ഷൻ. അവിടെ എന്താണ്? എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. എക്സ്ചേഞ്ച് തന്നെയല്ലോ. അപ്പൊ മീഡിയം ഓഫ് എക്സ്ചേഞ്ചിൽ ആര് ഇമ്പോർട്ടന്റ് പാർട്ട് വഹിക്കുന്നെങ്കിൽ, ആർക്ക് ഇമ്പോർട്ടന്റ് പാർട്ട് ഉണ്ടെങ്കിൽ, ഏത്? മണിക്ക് തന്നെയല്ലോ, പണത്തിന് മുഖ്യ സ്ഥാനമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസുകൾ. അതുപോലെ തന്നെ ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസംപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് തന്നെയല്ലോ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പഠിച്ചത്? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വിളിച്ചത്. അപ്പൊ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദോസ് സ്റ്റെപ്സ് റിലേറ്റഡ് ടു ദ കൺസംപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ദ ആക്ടിവിറ്റീസ് ഇൻ വിച്ച് മണി ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് മീഡിയം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതിലോട്ടാണ് വരുന്നത്? നാഷണൽ ഇൻകത്തിലോട്ടാണ് വരുന്നത്. അതിൽ 3 പേപ്പർ കട്ടിങ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാം അല്ലെ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1, നാഷണൽ ഇൻകം ഷെയർ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ ഹാസ് ഡിക്ലൈൻ. തന്നല്ലോ, ദേശീയ വരുമാനം ആരുടെ ഓഹരി? കാർഷിക മേഖലയുടെ ഓഹരി എന്ത് ചെയ്തു? കുറഞ്ഞു, ഡിക്ലൈൻ ചെയ്തു. വേറൊരു ഘട്ടം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഈസ് ഇന്നെവിറ്റബിൾ ഫോർ ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം.
അപ്പോ വ്യാവസായിക വികസനം എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻഎവിറ്റബിൾ, അൺഅവോയ്ഡബിൾ ആണ്. എന്തിനു വേണ്ടി? ദേശീയ വരുമാനത്തിന്റെ വർധനവിന് വേണ്ടി. ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകത്തിന് ആരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്? ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻഎവിറ്റബിൾ ആണ്, അൺഅവോയ്ഡബിൾ ആണ് എന്ന് പറയുന്നത്. വേറൊരു പേപ്പർ കട്ടിങ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നാഷണൽ ഇൻകം സർവീസ് സെക്ടർ കണ്ടിന്യൂസ് ടു ബി ബിഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ. ദേശീയ വരുമാനം സേവന മേഖല എന്ന് പറയുന്നത് ഏറ്റവും വലിയ സംഭാവന നൽകുന്നു. ഏറ്റവും വലിയ സംഭാവന എവിടെ പ്രൊവൈഡ് ചെയ്യുന്നു? ദേശീയ വരുമാനത്തിന് പ്രദാനം ചെയ്യുന്നു. ഇങ്ങനെ 3 പേപ്പർ കട്ടിങ്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് തന്നല്ലോ. എന്ന് പറഞ്ഞാൽ ഈ സെക്ടറുകൾ ഏതൊക്കെ? ഒന്നെന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അടുത്തതാണ് പറഞ്ഞിരിക്കുന്നത് സർവീസ് സെക്ടറിനെ കുറിച്ച് പറഞ്ഞു. 3 സെക്ടറുകൾ നമുക്ക് ആ ഹെഡ്ലൈൻസിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് സെക്ടർ അഗ്രികൾച്ചറൽ സെക്ടർ, സെക്കൻഡ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ സെക്ടർ, തേർഡ് വൺ ഈസ് ഏതാണ്? സർവീസ് സെക്ടർ. അതല്ലോ. അങ്ങനെയാണെങ്കിൽ നാഷണൽ ഇൻകം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 3 സെക്ടറുകളാണ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ. ഇതിനെ നമുക്കെന്ന് വിളിക്കാം. അഗ്രികൾച്ചറൽ സെക്ടറിനെ വിളിക്കുന്ന പേര് എന്താണ്? പ്രൈമറി സെക്ടർ എന്നും, അതുപോലെ തന്നെ ഏതിനെ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടർ എന്നും, അതുപോലെ തന്നെ ഏതിനെ വിളിക്കുന്ന മറ്റൊരു പേര് സർവീസ് സെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഏതാണ്? ടെർഷ്യറി സെക്ടർ എന്നും ആണ്. ഇപ്പോ പ്രൈമറി സെക്ടർ അഗ്രികൾച്ചറൽ സെക്ടർ ആണ്. സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് ഏതാണ്? ഇൻഡസ്ട്രിയൽ സെക്ടർ ആണ്. അതുപോലെ തന്നെ ടെർഷ്യറി സെക്ടർ എന്ന് പറയുന്നത് ഏതാണ്? സർവീസ് സെക്ടർ ആണ്. അപ്പൊ ഈ 3 സെക്ടറാണ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാഷണൽ ഇൻകം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടറുകൾ. എവിടെയാണ്? പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച്. അപ്പൊ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകം ഇൻഡിക്കേറ്റ്സ് ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ, എക്കണോമിക് കണ്ടീഷൻ, എക്കണോമിക് പൊസിഷൻ, ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം ഇൻഡിക്കേറ്റ്സ് ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് എ കൺട്രി. എ ഹയർ നാഷണൽ ഇൻകം ഇംപ്ലൈസ് എക്കണോമിക് പ്രോഗ്രസ് ഓഫ് എ കൺട്രി. അപ്പോ എന്ത് കൂടുതലാണ്? നാഷണൽ ഇൻകം ഹയർ ആണ് എന്ന് പറഞ്ഞാൽ അത് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? അത് എന്ത് മീൻസ് ചെയ്യുന്നു? അതെന്ത് ഇംപ്ലൈ ചെയ്യുന്നു? എക്കണോമിക് പ്രോഗ്രസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി അനലൈസ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നാഷണൽ ഇൻകം. ഹയർ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എക്കണോമിക് പ്രോഗ്രസ് എന്താണ്? കൂടുതലാണ്. ലോവർ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക് പ്രോഗ്രസ് കുറവാണ്. തന്നല്ലോ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കമ്പാരിസൺ നടത്താൻ കഴിയും. അപ്പോ നാഷണൽ ഇൻകം എവിടെ നിന്നെല്ലാമാണ് എറൈസ് ചെയ്യുന്നത്? ദ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ് ആസ് വെൽ ആസ് ദ സോഴ്സ് ഓഫ് ദയർ ഇൻകം. തന്നല്ലോ. അപ്പോ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽസിന്റെ ഇൻകം ആണ്, അല്ലെങ്കിൽ എന്താണ്? ഫാമിലീസിന്റെ ഇൻകം ആണ്. അപ്പൊ ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസിന്റെ ഇൻകം ആണ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകം. അപ്പോഴെന്ന് പറഞ്ഞാൽ ആസ് വെൽ ആസ് ദ സോഴ്സ് ഓഫ് ദെയർ ഇൻകം, അതിലുപരി അവരുടെ വരുമാന ഉറവിടം. തന്നല്ലോ. അപ്പോ ഏതൊക്കെ? വ്യക്തികളുടെ വരുമാനം, കുടുംബങ്ങളുടെ വരുമാനം, അവർക്കുണ്ടാകുന്ന വരുമാനത്തിന്റെ സോഴ്സ്. തന്നല്ലോ. ഇതൊക്കെ എന്താണ്? നാഷണൽ ഇൻകത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ കഴിയും. The amount of income earned by the members of a family through different sources during a year is the annual income of that family. ഒരു ഫാമിലിയുടെ ആനുവൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? വാർഷിക വരുമാനം. ഒരു കുടുംബത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? The amount of income earned by the members of a family through different sources during a year. അപ്പോ ഒരു നിശ്ചിത വർഷത്തില്, ഒരു പർട്ടിക്കുലർ ഇയറില് തന്നല്ലോ, ആ കുടുംബത്തിലെ അംഗങ്ങൾ, ഒരു കുടുംബത്തിലെ അംഗങ്ങൾ വ്യത്യസ്ത എന്താണ് ഉറവിടങ്ങളിലൂടെ, ഡിഫറന്റ് സോഴ്സിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഇൻകം ആണ് എന്ന് പറയുന്നത് ആനുവൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ആനുവൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇയർലി ഇൻകം ആണ്.
പർട്ടിക്കുലർ ഇയർലി ഇൻകം ആണ് അല്ലെ. എങ്ങനെ? ഡിഫറന്റ് സോഴ്സസിലൂടെ അല്ലെങ്കിൽ വ്യത്യസ്ത വരുമാന സ്രോതസ്സുകളിലൂടെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്ത് ചെയ്യുന്ന, ഏൺ ചെയ്യുന്ന, നേടുന്ന എമൗണ്ട് ഓഫ് ഇൻകം അല്ലെങ്കിൽ വരുമാനത്തിന്റെ തുകയെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആനുവൽ ഇൻകം ഓഫ് എ ഫാമിലി എന്ന് വിളിക്കുന്നത്. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കാം, എന്താണ് ആനുവൽ ഇൻകം ഓഫ് എ ഫാമിലി എന്ന് പറഞ്ഞാൽ? ദ എമൗണ്ട് ഓഫ് ഇൻകം earned by the members of a family through different sources during a year is the annual income of that family. അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത വർഷം വ്യത്യസ്തങ്ങളായ ഉറവിടങ്ങളിലൂടെ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും നേടുന്ന എന്താണ്? വരുമാനത്തിന്റെ തുകയെയാണ് എന്ന് വിളിക്കുന്നത് ആനുവൽ ഇൻകം ഓഫ് ദാറ്റ് ഫാമിലി എന്ന് പറയുന്നത്. അതുപോലെ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ കൺട്രി ഈസ് ഇൻ 1 ഇയർ ഈസ് ഇറ്റ്സ് നാഷണൽ ഇൻകം. അതുപോലെ ഇങ്ങനെ ഈ ഫാമിലികൾ ചേരുമ്പോൾ, മെമ്പേഴ്സ് ചേരുമ്പോൾ ഫാമിലി ചേരുമ്പോൾ എന്തായി? സൊസൈറ്റി ആയി. സൊസൈറ്റിയിൽ നിന്ന് പിന്നെ എന്തായി? സ്റ്റേറ്റ്. പിന്നെ എന്തായിട്ട് മാറി? അത് ഒരു കൺട്രി ആയിട്ട് മാറി അല്ലെ. അപ്പൊ ഇതേപോലെ എന്താണ്? ഒരു ഇയറില് ഒരു രാജ്യത്തിന് കിട്ടുന്ന ടോട്ടൽ ഇൻകം, മൊത്തം വരുമാനത്തിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ആ രാജ്യത്തിന്റെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ കൺട്രി in 1 year is its national income. തന്നല്ലോ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ കൺട്രി. അപ്പൊ ഒരു വർഷത്തില് ഒരു രാജ്യത്തിന് കിട്ടുന്ന മൊത്തം വരുമാനത്തിനെയാണ് ആ രാജ്യത്തിന്റെ എന്ന് വിളിക്കുന്നത് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഏൺഡ് ഫ്രം ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എ കൺട്രി ഡ്യൂറിംഗ് ദ ഇയർ. അപ്പോ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞത് ഏതിന്റെ തുകയാണ് അല്ലെങ്കിൽ ഏതിൽ നിന്ന് കിട്ടുന്ന തുകയാണ്? സാധനങ്ങളുടെ ഉൽപാദനത്തിലൂടെ അതുപോലെ തന്നെ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നതിലൂടെ ഒരു പർട്ടിക്കുലർ ഇയറില് ഒരു രാജ്യത്തിന് കിട്ടുന്ന വരുമാനമാണ് എന്ന് പറയുന്നത്, കിട്ടുന്ന തുകയാണ് അല്ലെങ്കിൽ ആ രാജ്യം ഉണ്ടാക്കിയെടുക്കുന്ന തുകയാണ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകം. അപ്പൊ ആദ്യം പറഞ്ഞു നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ കൺട്രി ഇൻ 1 ഇയർ ഈസ് ഇറ്റ്സ് നാഷണൽ ഇൻകം. പിന്നെ എന്ത് പറഞ്ഞു? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഏൺഡ് ഫ്രം. തന്നല്ലോ ഇത് ഏതിൽ നിന്ന് ഏൺ ചെയ്യുന്ന തുകയാണ്? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിലൂടെ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിക്കുന്നു. സേവനങ്ങൾ എന്താണ്? പ്രൊവൈഡ് ചെയ്യുന്നു. പ്രദാനം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു രാജ്യം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വർഷത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന തുകയാണ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ദിസ് ഈസ് റിസീവ്ഡ് മെയിൻലി ഫ്രം 3 സെക്ടേഴ്സ്. 3 സെക്ടറുകൾ ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞ പേപ്പർ കട്ടിങ്ങിൽ ഏതൊക്കെ സെക്ടറുകളാണ് നമ്മൾ പറഞ്ഞത്? അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, അതുപോലെ തന്നെ ഏതാണ്? സർവീസ് സെക്ടർ. അഗ്രികൾച്ചറൽ സെക്ടർ ഏതായിരുന്നു? പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞു. ഇൻഡസ്ട്രിയൽ സെക്ടർ എന്താണ് നമ്മൾ പറഞ്ഞു? സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സർവീസ് സെക്ടർ എന്താണെന്ന് പറഞ്ഞു? ടെർഷ്യറി സെക്ടർ അല്ലെ. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഫാമിങ്ങും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് പ്രൊഡക്ഷൻ ഓഫ് എന്താണ്? ഗുഡ്സുകൾ അല്ലെ. നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഗ്രൂപ്പ്, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇൻഡസ്ട്രി എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേവനം പ്രദാനം ചെയ്യുക. ഏതൊക്കെയാണ് ആ സേവനങ്ങൾ? ഒരു ഡോക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അല്ലെ, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്. അതുപോലെ തന്നെ ഒരു ഫാർമർ എന്ത് ചെയ്യുന്നു? ഒരു കൃഷിയിടത്തിൽ എന്ത് ചെയ്യണം? അയാള് തൊഴിൽ ചെയ്യണമെങ്കിൽ അയാള് അല്ലെങ്കിൽ ഒരു വർക്കർ പ്രൊവൈഡ് ചെയ്യുന്നത് തന്നല്ലോ. അതൊക്കെ എന്താണ്? അയാളുടെ കോൺട്രിബ്യൂഷൻ. അതൊക്കെ എന്താണ്? സർവീസ്. ടീച്ചർ അല്ലെ, ആ ടീച്ചർ എന്താണ് ചെയ്യുന്നത്? ഒരു സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് മേഖലയുണ്ട് എന്താണ്? സർവീസ് സെക്ടർ. അപ്പൊ ഏതൊക്കെ സെക്ടറുകളാണ്? അഗ്രികൾച്ചറൽ സെക്ടർ, അതിന് മറ്റൊരു പേര് ഏതാണ്? പ്രൈമറി സെക്ടർ ആണ്. ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറഞ്ഞാൽ ഏതാണ്? സെക്കൻഡറി സെക്ടർ ആണ്. അതുപോലെ സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ടെർഷ്യറി സെക്ടർ ആണ്. അപ്പൊ ഈ 3 സെക്ടർ ആണ് ഒരു രാജ്യത്തിന് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? നാഷണൽ ഇൻകം പ്രൊവൈഡ് ചെയ്യുന്നത് തന്നല്ലോ. അപ്പോ ഈ സെക്ടറിൽ അപ്പൊ അഗ്രികൾച്ചറൽ സെക്ടർ പ്ലസ് ഇൻഡസ്ട്രിയൽ സെക്ടർ പ്ലസ്
സർവീസ് സെക്ടർ. ഇതിലൂടെ ഉണ്ടായ 3 സെക്ടറിലൂടെ ഉണ്ടായ ഇൻകത്തിന്റെ ടോട്ടലാണ് ആഡപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തെന്ന് പറയുന്നത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ആഡിങ് അപ്പ് ദ ഇൻകം ഫ്രം ദീസ് 3 സെക്ടേഴ്സ്, ദാറ്റ് മീൻസ് ആഡിങ് അപ്പ് ദ ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ, then we will get the national income of particular country. ആ ഒരു രാജ്യത്തിന്റെ എന്ത് നമുക്ക് കണ്ടുപിടിക്കാം? ദേശീയ വരുമാനം നമുക്ക് കണ്ടുപിടിക്കാം. When we calculate the money value of goods and services produced in a country during a particular year, we get the national income of the country for that year. അതുപോലെ തന്നെ when we calculate the money value of goods and services, അപ്പം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ്, ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ പ്രദാനം ചെയ്യുന്ന സേവനങ്ങൾ, അതിനെ ഏതിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്? മണിയുടെ വാല്യൂ ആയിട്ട് തന്നെയല്ലോ, ഒരു ന്യൂമറിക്കൽ വാല്യൂ വേണം തന്നല്ലോ. ആ ന്യൂമറിക്കൽ വാല്യൂ ഏതിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? മണിയുടെ അടിസ്ഥാനത്തിൽ, പണത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇത്ര കോടി രൂപ അല്ലെ, അല്ലെങ്കിൽ ഇത്ര ബില്യൺ രൂപ, അല്ലെങ്കിൽ ഇത്ര മില്യൺ രൂപ തന്നല്ലോ. ഈ രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ ടോട്ടൽ പ്രൊഡക്ഷനെയും അതുപോലെ ടോട്ടൽ സർവീസിനെയും മണി വാല്യൂവിൽ കൺവെർട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ തന്നല്ലോ, അതായിരിക്കും അതിന്റെ ടോട്ടൽ ആയിരിക്കും എന്ന് പറയുന്നത് വി ഗെറ്റ് ദ നാഷണൽ ഇൻകം ഓഫ് ദ കൺട്രി ഫോർ ദാറ്റ് ഇയർ. ആ വർഷത്തെ നമുക്ക് എന്ത് ചെയ്യാം? നാഷണൽ ഇൻകം നമുക്ക് ടോട്ടൽ കൊണ്ടെടുക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെൻ വി കാൽക്കുലേറ്റ് ദ മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി. അപ്പോ പർട്ടിക്കുലർ ഇയറില് ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സേവനങ്ങളുടെയും അതുപോലെ തന്നെ സാധനങ്ങളുടെയും മണി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ രാജ്യത്തെ ആ വർഷത്തെ എന്ത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും? നാഷണൽ ഇൻകം കണ്ടുപിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ ദേശീയ വരുമാനം കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വൈ ഡു വി കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതിന്റെ ആവശ്യകത എന്താണ്? പർപ്പസ് എന്താണ്? നാഷണൽ ഇൻകം ഈസ് ഹെൽപ്ഫുൾ ഇൻ കാൽക്കുലേറ്റിംഗ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി ആൻഡ് ടു കമ്പയർ ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ഡിഫറെന്റ് കൺട്രീസ്. ഇപ്പൊ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ആണ്, വളരെ സഹായകരമാണ്. എന്ത് കണ്ടുപിടിക്കുന്നത്, എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് അല്ലെ, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കണ്ടുപിടിക്കുന്നതിനും അതിലുപരി മറ്റ് വ്യത്യസ്ത രാജ്യങ്ങളുടെ എന്താണ് സാമ്പത്തിക വളർച്ചയുമായി കമ്പയർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്നതിനും വളരെ ഹെൽപ്ഫുൾ ആണ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകം. അത് ഒരു പർപ്പസ് തന്നെയല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ നാഷണൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ, ഒരു പർട്ടിക്കുലർ രാജ്യത്തിന്റെ എന്ത് ചെയ്യാം? സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും. ആ സാമ്പത്തിക വളർച്ചയുടെ ആ എമൗണ്ട് വെച്ച് അല്ലെങ്കിൽ ആ നാഷണൽ ഇൻകം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? മറ്റ് വ്യത്യസ്ത രാജ്യങ്ങളുടെ എന്താണ് സാമ്പത്തിക വളർച്ചയുമായിട്ട് നമുക്ക് കമ്പാരിസൺ നടത്താൻ കഴിയും, അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് നാഷണൽ ഇൻകം. National income is helpful in calculating the economic growth of a country and to compare the economic growth of different countries. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് കൺട്രീസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ടേബിൾ നോക്കിയാൽ കാണാം. USA, ചൈന, ജപ്പാൻ, ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ഇന്ത്യ, ഇറ്റലി. നാഷണൽ ഇൻകം ബില്യൺ ഡോളറിലാണ് പറഞ്ഞിരിക്കുന്നത്. 2010 ഉണ്ട്, 13 ഉണ്ട്, അതുപോലെ തന്നെ 2014 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് തന്നെ നമുക്ക് കമ്പാരിസൺ നടത്താൻ കഴിയാം അല്ലെ. ഒന്നാമത്തെ വേണമെങ്കിൽ നോക്കാം. USA എത്രയാണ്? 1663.20. 2013 അത് 17,348.10. 2014 ആണെങ്കിൽ എത്രയാണ്? 17,968.20. അപ്പൊ അതൊക്കെ ആ ഒരു പർട്ടിക്കുലർ രാജ്യത്തിനെ മാത്രമല്ല മറ്റു രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കമ്പാരിസൺ നടത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നോക്കാം. 2010 USA-യുടെ എന്താണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് 1663.20 ബില്യൺ ഡോളറും ചൈനയുടേത് 9490.80 ആണ്. അപ്പൊ ആർക്കാണ് അവിടെ നല്ല ഗ്രോത്ത് ഉള്ളത്, എക്കണോമിക് പ്രോഗ്രസ് ഉള്ളത്? അവിടെ ആർക്കാണ്? USA-ക്കാണ്. ആരുമായി കമ്പാരിസൺ നടത്തുമ്പോൾ? ചൈനയുമായി. അങ്ങനെ എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുക എത്ര രാജ്യങ്ങളുണ്ടോ അവയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പർട്ടിക്കുലർ ഇയറിലുള്ളത് കമ്പാരിസൺ ചെയ്യാം, പ്രീവിയസ് ഇയറിലുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാം? കമ്പാരിസൺ ചെയ്യാൻ കഴിയും. ഏത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെ. അപ്പൊ അതിൽ 1-2 കാര്യങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ കൺട്രീസ് വിച്ച് ഹാവ് ദ ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് നാഷണൽ ഇൻകം 2014. 2014 ഹയസ്റ്റ് നാഷണൽ ഇൻകം ഉള്ള കൺട്രി ഏതാണെന്ന് നോക്കാം. 2014 ആ ടേബിളിൽ അവിടെ എടുക്കുക. 2014 എന്ന് പറയുന്ന കോളം എടുക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ആർക്കാണുള്ളത്? USA-ക്കാണ്.
$17,968.20 billion ആണ് USA-യുടെ തന്നെയല്ലോ. അപ്പോൾ ആർക്കാണ് ഏറ്റവും ഹയസ്റ്റ് നാഷണൽ ഇൻകം ഉള്ളത്? USA-ക്ക്. അതുപോലെ ഏറ്റവും ലോവസ്റ്റ് നാഷണൽ ഇൻകം ഉള്ളതാണ് ഏറ്റവും ലാസ്റ്റിൽ ആരാണ് നടക്കുന്നത്? ബ്രസീലാണ് അല്ലെ. അപ്പൊ ബ്രസീലിന് ഏറ്റവും ലോവസ്റ്റും അമേരിക്കയ്ക്ക് USA-ക്ക് എന്താണ് ഹയസ്റ്റ്. അങ്ങനെയാണെങ്കിൽ 2013 വിച്ച് കൺട്രി ഹാവ് അച്ചീവ്ഡ് എക്കണോമിക് ഗ്രോത്ത് ഇൻ 2014? ഇപ്പൊ 2013 കമ്പയർ ചെയ്യുമ്പോൾ 2014 എന്താണ് ബെനിഫിറ്റ് ഉണ്ടായ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായ കൺട്രീസ് ഏതെല്ലാമാണ്? അപ്പൊ നോക്കാം. USA 2013 എത്രയുണ്ട്? 17,348 ആയിരുന്നു. അത് 2014 എന്തായിട്ട് മാറി? 17,968 ആയി. ഇപ്പൊ ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ ചൈന 10,356 ആയിരുന്നു. അത് 2014 എത്രയായി? 11,384 ആയി. ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ ജപ്പാൻ 4,602 ആയിരുന്നു. അത് 2014 എന്തായിട്ട് മാറി? 4,116 ആയിട്ട് മാറി. ഇൻക്രീസ് ചെയ്തു. പിന്നെ നോക്കാനുള്ളത് ഇന്ത്യ 2051 ആയിരുന്നു. അത് എത്രയായിട്ട് ഇൻക്രീസ് ചെയ്തു? 2182 ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്നല്ലോ. അപ്പൊ അവർക്കെല്ലാം എന്ത് സംഭവിച്ചു? കമ്പയറിംഗ് ടു 2013 അവർക്ക് എന്ത് ഇൻക്രീസ് സംഭവിച്ചു? പ്രോഗ്രസ് ഉണ്ടായി. പ്രോഗ്രസ് ഇല്ലാത്തതൊക്കെയായിരുന്നു ജർമ്മനി അല്ലെ. 3874 ആയിരുന്നു. അത് 3371 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അടുത്തത് 2950 ആയിരുന്നു UK. അത് എത്രയായിട്ട് മാറി? 2864 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഫ്രാൻസ് 2833 ആയിരുന്നു. അത് എത്രയായിട്ട് റെഡ്യൂസ് ചെയ്തു? 2422 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഇറ്റലി അതുപോലെ ബ്രസീൽ എല്ലാം റെഡ്യൂസ് ചെയ്തു. അപ്പൊ ഏതെല്ലാം കൺട്രീസിനാണ് ഇവിടെ എക്കണോമിക് ഗ്രോത്ത് 2014 കമ്പയറിംഗ് ടു 2013 ഗ്രോത്ത് ഉണ്ടായത്? USA, ചൈന, ജപ്പാൻ ആൻഡ് ഇന്ത്യ. അതുപോലെ തന്നെ കമ്പയറിംഗ് ടു 2013 വിച്ച് കൺട്രീസ് ഹാവ് ഫെയിൽഡ് ടു അച്ചീവ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്? ജർമ്മനി, UK, ഫ്രാൻസ്, അതുപോലെ തന്നെ ഇറ്റലി ആൻഡ് ബ്രസീൽ. അതിനൊക്കെ എന്ത് സംഭവിച്ചിരിക്കുകയാണ്? 2013-14 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2014 കൂടുതലും 2013 എന്താണ് കൂടുതലും അതുപോലെ തന്നെ 2014 കുറവുമാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചു? ഡിക്രീസ് സംഭവിച്ചു. അതുപോലെ USA, ചൈനയൊക്കെ നമ്മൾ ജപ്പാനൊക്കെ നോക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്തു? 2013 കുറവാണ്, പക്ഷേ 2014 കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ സംഭവിച്ചു. ഇവിടെ ഇൻക്രീസ് ആണ് സംഭവിച്ചത് അതല്ലോ. അപ്പൊ അതും നമുക്ക് ഇവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ 2013-14 ആയിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചോളം എന്താണ് 2051 എന്നുള്ളത് എന്തായിട്ട് മാറി? 2182 ആയിട്ട് മാറി തന്നല്ലോ. നല്ലൊരു ഗ്രോത്ത് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുകൂടെ പറഞ്ഞാണ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വാട്ട് ആർ ദ അതർ ഒബ്ജക്റ്റീവ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം? അപ്പൊ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു അല്ലെ. ഏതൊക്കെയാണ്? നാഷണൽ ഇൻകം ഈസ് ഹെൽപ്ഫുൾ ഇൻ കാൽക്കുലേറ്റിംഗ് the economic growth of a country and to compare the economic growth of different countries. That is point number 1. തന്നല്ലോ. സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് to assess the contribution of different sectors in the economy. എക്കണോമിയിലെ ഡിഫറന്റ് സെക്ടേഴ്സിലെ കോൺട്രിബ്യൂഷൻ അല്ലെ, വ്യത്യസ്ത മേഖലകളിലെ എന്താണ് സംഭാവനകൾ, അത് അസസ് ചെയ്യുന്നതിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കും. ഏതാണ് ഈ വ്യത്യസ്ത മേഖല ഡിഫറന്റ് സെക്ടർ എക്കണോമി എന്ന് പറയുന്നത്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. ഏതാണ് പ്രൈമറി സെക്ടർ? അഗ്രികൾച്ചർ സെക്ടർ എന്നുള്ള കോൺട്രിബ്യൂഷൻ എത്രയാണ്? അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ഇൻഡസ്ട്രിയൽ സെക്ടറിലൂടെയുള്ള കോൺട്രിബ്യൂഷൻ എത്രയാണ്? അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതുപോലെ സർവീസ് സെക്ടറിലൂടെയുള്ള കോൺട്രിബ്യൂഷൻ എത്രയാണ്? അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അടുത്ത തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റഡി ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദി എക്കണോമി. എക്കണോമി ഫേസ് ചെയ്യുന്ന തന്നല്ലോ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ടു ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ആ പ്രോബ്ലം ഉണ്ടല്ലോ, ആ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി അത് സ്റ്റഡി ചെയ്യാൻ ഏത് നമുക്ക് ഹെൽപ്പ് ചെയ്യും? ഈ നാഷണൽ ഇൻകം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ടു ഹെൽപ്പ് ദ ഗവൺമെന്റ് ഇൻ പ്ലാനിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ഡിഫറെന്റ് പ്രൊജക്ട്സ്. വ്യത്യസ്തങ്ങളായ പദ്ധതികൾ തന്നല്ലോ അത് പ്ലാൻ ചെയ്യുന്നതിന്, ആസൂത്രണം ചെയ്യുന്നതിനും ആൻഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ നടപ്പിൽ വരുന്നതിന് ഇതാരെ ഹെൽപ്പ് ചെയ്യും? ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യും. അടുത്ത പോയിന്റ് to find out the limitations and advantages of economic activities like production, consumption and distribution. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിതരണം, അതുപോലെ കൺസംഷൻ അല്ലെങ്കിൽ ഉപഭോഗം, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഉൽപാദനം തുടങ്ങിയ എക്കണോമിക് ആക്ടിവിറ്റീസിലെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, ലിമിറ്റേഷൻ എന്താണ്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് സഹായിക്കും. അടുത്തത് കാൽക്കുലേറ്റിംഗ് എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ആദ്യമേ പറഞ്ഞു. ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് അല്ലെങ്കിൽ ഓബ്ജക്റ്റ് ആണ് ഇതിനുള്ളത്. നാഷണൽ ഇൻകത്തിന്റെ കാര്യം നിർത്താൻ